ദേ ഇന്ന് ചൂണ്ടയിട്ട് കിട്ടിയതാ കേട്ടോ. ഇവിടെ അടുത്തൊരു കണ്ടമുണ്ട്. ഒരു കണ്ടമൊന്നുമല്ല കേട്ടോ, ഒരുപാട് കണ്ടമുണ്ട്. എന്നാലും നമ്മുടെ തൊട്ടടുത്ത് അമ്പലത്തിൻ്റെ അടുത്തായിട്ടൊരു കണ്ടമുണ്ട്. അതിൻ്റെ പേര് കാട്ടുകോണം എന്നാണ് കേട്ടോ. കുറച്ച് വലിയൊരു കണ്ടമാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം കൃഷിയില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കൃഷിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് മോട്ടർ നടത്തുവാണേ. അപ്പോൾ അവിടെ എല്ലാവരും വന്ന് ചൂണ്ടയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അനുചേട്ടനൊന്ന് പോയി നോക്കാമെന്ന് കരുതി പോയി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ കിട്ടിയതാണേ. ഇതേ വരാലുണ്ട്, അതുപോലെ തന്നെ ചെമ്പല്ലി ഉണ്ട് കേട്ടോ. ഈ ചെമ്പല്ലി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെയോ കമൻറ്റ് ചെയ്തു ചെമ്പല്ലി എന്നല്ല പറയുന്നതെന്ന് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ചെമ്പല്ലി എന്നാണ് പറയുന്നത്. പിന്നെ ചിലയിടത്തൊക്കെ കല്ലടമുട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ ഇതിനാണ് ഇവിടെ ചെമ്പല്ലി എന്ന് പറയുന്നത്. ഇതിനി എന്തോ മറ്റുള്ള നാട്ടിൽ എന്തോ പറയുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഇത് ഒരു വരാലും കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു സാമാന്യം വലിയൊരു വരാലാണ്. ഒത്തിരി വലുതൊന്നുമല്ല, എന്നാലും ഒരു കറി വെക്കാനുള്ളതുണ്ട്. അപ്പോൾ അത് ഞാനിതൊന്ന് വെട്ടിക്കഴുകി എടുക്കാവേ. ഇത് ഒരെണ്ണം ചാടിപ്പോയി, ഞാൻ അവനെ പോയി പിടിച്ചോണ്ട് വരട്ടെ കേട്ടോ. ഇവനെ താഴത്തെ കുഴിയിലോട്ട് ചാടിപ്പോയെന്നുണ്ടോ. അപ്പോൾ ഭയങ്കര സാധനം കേട്ടോ. ഈ ചട്ടിക്കകത്ത് ഇട്ടപ്പോൾ തൊട്ട് ഇവൻ മുടയാ കിടന്ന് ചാടുക. ഇനിയും ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യം ചട്ടിക്കകത്തിട്ടൊക്കെ ഇപ്പോൾ ഇവൻ ചാടിപ്പോയതാ, അത് കഴിഞ്ഞിട്ട് കൊണ്ടിട്ടതാ. കണ്ടോ അവൻ്റെ ചാട്ടം കണ്ടോ, അഹങ്കാരി കേട്ടോ. ഇതേട്ടെ പപ്പി ഇപ്പുറത്ത് വരുത്തണ്ടേ കണ്ടോ. ഈ ജീവനുള്ളതിനെ പിടിക്കാൻ ഇച്ചിരി പാടാണേ. എനിക്കിതിനെ പിടിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ആലപ്പുഴ സിറ്റിയിൽ ജനിച്ചു വളർന്നതാണ്. എനിക്ക് ഈ നാറും തോടുമൊന്നും കണ്ട് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് ഈ അഞ്ചേണ്ണ ഈ ചൂണ്ടയിട്ട് മീനെയൊക്കെ പിടിക്കാൻ തുടങ്ങി. ഞാൻ ഇതിനെ വെട്ടാനും കഴിയാനും ഒക്കെ തുടങ്ങിയപ്പോൾ മുതൽ അത്ര വലിയ പേടിയൊന്നുമില്ല കേട്ടോ. എന്നാലും പേടിയൊക്കെ തന്നെ. ഇതൊക്കെ കണ്ടോ ചാടി പോകണമുണ്ടോ. ഇവനിങ്ങനെ നല്ല പതുക്കെ എടുത്ത് അവനിങ്ങനെ സോഫ്റ്റായിട്ട് പിടിച്ചെടുക്കണം കണ്ടോ. ഇരിപ്പ് കണ്ടോ. മുള്ളൊക്കെ കൊണ്ടിട്ട് വേദന എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു ആവേശത്തിന് അങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ കിട്ടിയ മീനൊക്കെ.